ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം അറിയണമെന്നിരിക്കട്ടെ. നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് യൂറിയ, ക്രിയാറ്റിൻ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു. ഇനി കരളിന്റെ പ്രവർത്തനം അറിയണമെങ്കിലോ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലഡിലെ കുറച്ച് പരിശോധനകൾ ചെയ്യുന്നു. ഇതനുസരിച്ച് കരളിന്റെ പ്രവർത്തനം നമുക്ക് നിർണ്ണയിക്കും. അതുപോലെ തൈറോയിഡിന്റെ പ്രവർത്തനം അറിയണമെങ്കിലോ ആ പരിശോധനകളെ നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പൊതുവിൽ വിളിക്കുന്നു. നമുക്കറിയാം, തൈറോയിഡ് എന്ന് പറയുന്നത് കഴുത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയിൽ നിന്ന് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നു. ഈ തൈറോയിഡ് ഹോർമോൺസ് ബോഡിയിലെ ഒരുപാട് രാസപ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ നമ്മളതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. പ്രവർത്തനം കൂടിയാലോ തൈറോടോക്സിക്കോസിസ് അഥവാ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. തൈറോയിഡിന്റെ പ്രവർത്തനം അറിയുന്നതിന് സാധാരണ ചെയ്യുന്ന പരിശോധനകൾ 3 എണ്ണമാണ്. അതായത് TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന പരിശോധന, T3, T4 ഈ 2 പരിശോധനകളും. പലപ്പോഴും ഈ T3, T4 പകരമായിട്ട് രക്തത്തിലുള്ള ഫ്രീ ആയിട്ട്, അതായത് പ്രോട്ടീനുമായിട്ട് ബന്ധിച്ചല്ലാതെ പോകുന്ന T3യും T4ഉം നോക്കാറുണ്ട്. അതിനെ ഫ്രീ T3, ഫ്രീ T4 എന്ന് പറയും. അപ്പോൾ സാധാരണ ബ്ലഡിലെ ഒരു പരിശോധനയാണ് ഈ തൈറോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രാവിലെയുള്ള ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലഡിൽ ചെയ്യുന്നതാണ് ഈ ടെസ്റ്റിന് നല്ലത്. ഇനി തൈറോയിഡിന്റെ പ്രവർത്തനം ഈ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെ നിർവചിക്കും? തൈറോയിഡിന്റെ പ്രവർത്തനം കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം വന്നാൽ TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വളരെ കുറഞ്ഞിരിക്കും. ഈ TSH എന്ന് പറയുന്നത് തലച്ചോറിലെ ഗ്രന്ഥിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ TSH വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന്റെ പ്രവർത്തനം വളരെ കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ T3യും T4ന്റെയും അളവ് ബ്ലഡിൽ കൂടുമ്പോൾ, അതോടൊപ്പം തന്നെ ഫ്രീ T3, ഫ്രീ T4 ഇതിന്റെയും ബ്ലഡിലെ അളവ് കൂടുമ്പോൾ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുതലാണ്, അഥവാ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോടോക്സിക്കോസിസ് എന്ന രോഗാവസ്ഥയാണെന്ന് ഡോക്ടർമാർ സാധാരണ നിർണ്ണയിക്കും. അതുപോലെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥയിലോ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന T3, T4 ഹോർമോണുകളുടെ അളവ് കുറയുന്നു. അപ്പോൾ ഒരു രക്തം പരിശോധിച്ചാൽ T3യും T4ഉം കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഈ T3, T4ന്റെ രക്തത്തിലെ ഫ്രീ ഫോം അതും കുറവായിരിക്കും. അതായത് ഫ്രീ T3, ഫ്രീ T4 കുറവായിരിക്കും. ഇനി TSH എന്ന് പറയുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെന്ന് ഡോക്ടർമാർ നിർണ്ണയിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഈ തൈറോയിഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോൺ നോർമലായിട്ട് നമുക്ക് ടാബ്ലറ്റ് രൂപത്തിൽ ലഭിക്കും. അപ്പൊ തൈറോയിഡിന്റെ പ്രവർത്തനം കുറവാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് നൽകാൻ കഴിയും. അങ്ങനെ ചികിത്സിച്ച് പൂർണ്ണമായിട്ടും തൈറോയിഡിന്റെ പ്രവർത്തനം നോർമലാക്കും. തൈറോയിഡിന്റെ പ്രവർത്തനം കൂടിയാലും ഈ പ്രവർത്തനം കുറയ്ക്കുന്ന രീതിയിലുള്ള ഗുളികകൾ ലഭ്യമാണ്. ഈ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ കഴുത്തിന് മുന്നിൽ മുഴയായിട്ട് വരാം. അതിനെ നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നു. ഈ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു പരിശോധനയാണ്. ഇത് വെച്ച് തൈറോയിഡിന്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും തൈറോയിഡിലെ കോശങ്ങൾക്കെതിരായിട്ട് ആന്റിബോഡീസ് ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതും ചിലപ്പോൾ ഡോക്ടർമാര് ടെസ്റ്റിനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ആന്റി തൈറോയിഡ് പെറോക്സിഡേസ്, അതായത് ആന്റി TPO എന്ന് പറയുന്നത്, അതുപോലെ ആന്റി തൈറോഗ്ലോബുലിൻ ഈ 2 പരിശോധനകളും തൈറോയിഡിനെതിരെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരുമ്പോൾ പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അപ്പൊ ചില കണ്ടീഷൻസിൽ ഈ തൈറോയിഡ് ആന്റിബോഡീസ്, അത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയാം, ചിലപ്പോൾ കൂടുതലായിട്ടും കാണാം. ഈ 2 കണ്ടീഷൻസിലും തന്നെ തൈറോയിഡിന്റെ ആന്റിബോഡീസ് ചിലപ്പോൾ ബ്ലഡിൽ വരാറുണ്ട്. ഇതിന് പ്രത്യേക സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ ടെസ്റ്റിനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഓരോ ഓർഗന്റെയും പ്രവർത്തനം, അതായത് ഓരോ അവയവത്തിന്റെയും പ്രവർത്തനം അറിയാനായിട്ട് ടെസ്റ്റുകളുണ്ട്. അതുപോലെ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ബ്ലഡ് പരിശോധിച്ച് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡിന്റെ പ്രവർത്തനം നിർണ്ണയിക്കാം. കാര്യം വളരെയധികം ഫലപ്രദമായ ചികിത്സാ രീതികളുള്ള രോഗമാണ് തൈറോയിഡ് ഡിസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ടെസ്റ്റുകൾ കൊണ്ട് രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചികിത്സിച്ച് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനോ ഭേദമാക്കാനോ സാധിക്കുന്നതാണ് തൈറോയിഡിന്റെ രോഗങ്ങൾ. Thank you.